ചേട്ടത്തി ചേട്ടത്തി പറഞ്ഞ പോലെ പിണറായി വിജയന്റെ പാർട്ടി തോറ്റു. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാവരും ചോദിച്ചു. അവൻ എന്താ പറഞ്ഞത്? റിസൾട്ട് വന്നു കഴിയുമ്പോ അമിട്ട് പൊട്ടിക്കുന്നത് എന്റെ മുഖത്താണെന്ന്. ഇനി എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളൂ, പിണറായിന്റെ കാലിന് അക്കരെ നിയന്ത്രിക്കണമെന്ന്. എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല? ഞാൻ ആ തള്ളെ കൊല്ലു. SFI നട്ടു വളർത്തിയതാണ് പിണറായിക്ക് കുഴപ്പം മുഴുവൻ വന്നത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അല്ല, അവര് നന്നാവാന്നാണല്ലോ പറയുന്നത്. അവര് നന്നാവണമെങ്കിൽ പശുക്കൾ കുറെ വേണം നെയ്യെടുക്കാൻ, എല്ലാവരും നന്നാവില്ല. അമ്മച്ചി എന്ത് വർത്തമാനായി പറയുന്നേ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. അവർ കട്ട് നിന്ന് പഠിച്ചു പോയിട്ട് നന്നാകണേ. ജീവിതത്തിൽ അവർ നന്നാവോ? ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. അവര് നന്നാവും, ജനം ഇല്ലാതെയാവും. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അവര് തോപ്പിച്ച് ചേട്ടത്തിയും കൂടിയാന്നാണല്ലോ പറയുന്നത്. ചേട്ടത്തി എനിക്ക് നല്ല പങ്കുണ്ടെന്നേ. ജനസംസാരം അങ്ങനെയാ. ഇവരെ ഇല്ലായ്മയാക്കണമെന്നായിരുന്നു എന്റെ മനസ്സ് മൊത്തം. ഒന്ന് പതുക്കെ പറ. എനിക്കൊരുത്തിരി പേടിയില്ലടോ. പക്ഷെ ഇവർക്കൊരു അവസരോടെ നന്നാവുള്ള ഒരു അവസരം കൊടുക്കാൻ അവരവസരം നന്നാണ്. അവരൊരു കാര്യം പറഞ്ഞ ചായയിലേക്ക് പോയാൽ മതി. ഈ ശാശാങ്ക മുതലാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. എടാ പറഞ്ഞു കൊടുക്കടാ. മുതലാളി ആള് വെറും ചെറ്റയാണ്, തെണ്ടിയാണ്. അല്ല കൊണ്ടാ അവൻ ഇന്നിന്റെ തുടങ്ങി കൊണ്ടല്ല. പണ്ട് ഇവൻ മന്ത്രിയല്ല, ഞാൻ അത് കരുമാരിക്കടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവളിത് കണ്ണി കണ്ടോടൊക്കെ പറഞ്ഞ് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ എന്തായാലും ഒരു വിട്ടുവീഴ്ചക്കല്ല ഇനി. വിട്ടുവീഴ്ച വേണ്ട, അവൻ ഒഴിവായി തന്നാൽ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ഇതുവരെ എന്റെ ജീവിതത്തിൽ കള്ളന്മാരുമായിട്ടേ എനിക്ക് ബന്ധമുണ്ടായിട്ടുള്ളൂ. സത്യമാണാ പറഞ്ഞത്. ഒഴിവായി തന്നാൽ ഭരണത്തിൽ നിന്ന് ഒഴിവാവണം. ഭരണത്തിൽ നിന്ന് ഒഴിവാണ്. തള്ളേ കാല് വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? പനിയാണെങ്കിലും ചേട്ടത്തിയുടെ വിമർശനങ്ങൾക്ക് ഒട്ടും കുറവില്ല. ഈ വിമർശനമാണ് ഇത്തവണ ഇടതു മുന്നണിക്ക് വലിയ പരാജയത്തിലേക്ക് നയിച്ചതിന് ഒരു കാരണം. പെരുമാളിന്റെ മാടമ്പി ഭരണം ഇവിടം കൊണ്ട് അവസാനിക്കണം. ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ.